എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൽ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 2 ടേംസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഇതിനെ ബൈനോമിയൽ എന്ന് പറയാം. ആ ബൈനോമിയലിൽ റൈസ് ടു ഏത് പവർ വന്നാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. അതിൽ എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 2 ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൽ വരുന്ന ആ എക്സ്പാൻഷനിൽ വരുന്നതിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ 1, ഇത് 2, ഇത് 1. ഈ കോഎഫിഷ്യൻസിനെ കുറിച്ച് പറയുന്നതാണ് ഈ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ പാസ്കൽ ട്രയാങ്കിൾ നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 1 ആണ്. അത് ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ എഴുതുമ്പോൾ ഇങ്ങേറ്റത്തും 1. എന്നിട്ട് നെക്സ്റ്റ് റോ എഴുതുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ വീണ്ടും ആ എൻഡുകളിൽ 1 തന്നെയാണ്. നെക്സ്റ്റ് ഫോർത്ത് റോ എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ തേർഡ് റോ ആയി. ഫോർത്ത് റോ എങ്ങനെയായിരിക്കും? ഇങ്ങേറ്റത്ത് 1 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ നെക്സ്റ്റ് 1 ആണ്. അടുത്ത് വീണ്ടും 1, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 4, 6, 4, 1. നെക്സ്റ്റ് റോയോ ഫസ്റ്റ് 1 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 5, നെക്സ്റ്റ് 10, 5, 1. അടുത്തതോ 1, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 6, then 15, 20, 15, 6, 1. ഇങ്ങനെ വീണ്ടും എഴുതാം. അതിന് താഴോട്ടുള്ള റോകൾ ഇതുപോലെ എഴുതിയിരിക്കാം. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിൽ തോന്നുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഈ പാസ്കൽ എന്ന് പറയുന്ന ആ സയൻറ്റിസ്റ്റ് ആണ് ഇതിനെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഈ ഫസ്റ്റ് റോ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 0 എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനിൽ വരുന്നതാണ്. ഇനി നമ്പർ റൈസ് ടു 0 1 ആണ്. അപ്പോൾ അതിലൊരു ടേമേ ഉള്ളൂ. നെക്സ്റ്റ് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 1, അതിൻ്റെ എക്സ്പാൻഷൻ എ പ്ലസ് ബി തന്നെയാണ്. അതിൻ്റെ കോഎഫിഷ്യൻസ് 1, 1 ആണ്. അതുപോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിലോ നേരത്തെ കണ്ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. കണ്ടോ? 1, 2, 1. നെക്സ്റ്റ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു, അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റിലെ ഫസ്റ്റ് ടേമിൻ്റെ പവർ ഏറ്റവും മാക്സിമം ആയിരിക്കും. ഇവിടെ 2 അല്ലേ? 2 ആയിരുന്നു. എന്നിട്ട് അത് കുറഞ്ഞു വരുന്നു. അതായത് എയുടെ പവർ കുറഞ്ഞു വരുന്നു, ബിയുടെ പവർ ഇവിടെ കൂടി വരുന്നു. ഇവിടെ 0 ആണ്, ഇവിടെ ബിയുടെ പവർ 1 ആണ്, ബിയുടെ പവർ 2 ആണ്. അങ്ങനെ കൂടി വരും. അതുപോലെ ഇത് നോക്കിയാൽ എഴുതിയാൽ ആദ്യം എ ക്യൂബ് എഴുതണം അല്ലേ? പ്ലസ് അടുത്തത് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. കണ്ടോ? 1, 3, 3, 1, 1, 3, 3, 1. നെക്സ്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 4. അതിൽ എയുടെ പവർ മാക്സിമം എ റൈസ് ടു 4 പ്ലസ് അടുത്തതോ 4 ഇൻറ്റു എയുടേത് 1 കുറഞ്ഞു വരും എ ക്യൂബ് ബി പ്ലസ് അടുത്തതോ 6 എ ഒരെണ്ണം കുറഞ്ഞു വരുന്നു എ സ്ക്വയർ ബി ഒരെണ്ണം കൂടുന്നു ബി സ്ക്വയർ പ്ലസ് ഇനി 4 എയുടേത് വീണ്ടും ഒരെണ്ണം കുറയും ബിയുടേത് വീണ്ടും ഒരെണ്ണം കൂടും. പിന്നെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ബി റൈസ് ടു 4 എന്ന് മാത്രം. ഇതുപോലെ നിങ്ങൾക്ക് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 5ഉം എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 6ഉം ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും.